ഒരു പ്രധാനപ്പെട്ട വാർത്തയിൽ നമ്മൾ കണ്ണൂരേക്കാണ് ഇനി പോകുന്നത്. കണ്ണൂരിൽ ഏറ്റവും സുപ്രധാനമായി ഒരുങ്ങുന്ന ചോദ്യം കെ ശൈലജ ഇക്കുറി മണ്ഡലം മാറി മത്സരിക്കുമോ എന്ന്. കെ ശൈലജ നമുക്കറിയാം, കഴിഞ്ഞ തവണ കൂത്തുപറമ്പിൽ നിന്ന് മാറി മട്ടന്നൂരിൽ വിജയിച്ചതാണ്. റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. അത്ര സുരക്ഷിതമായൊരിടമാണ് മട്ടന്നൂർ. പക്ഷേ ഈ സുരക്ഷിത മണ്ഡലമായ മട്ടന്നൂരിൽ നിന്ന് മാറി അത്ര സുരക്ഷിതമല്ലാത്ത മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലേക്ക് മാറുമോ എന്ന സാധ്യത ഉയരുന്നുണ്ട്. പല കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, കെ ശൈലജയെ പോലെ ജനപ്രീതിയുള്ളവരെ മത്സര സ്വഭാവമുള്ള മണ്ഡലങ്ങളിൽ മത്സരിപ്പിച്ചാൽ ആ സീറ്റുകൾ ഒന്നുകൂടി ഉറപ്പിക്കാമെന്ന ആലോചനയാണ് അതിന് പിന്നിൽ. അത് കെ ശൈലജ മാത്രമല്ല, മറ്റ് പ്രധാനപ്പെട്ട മുഖങ്ങളെയൊക്കെ ഇത്തവണ ഇത്തരം കളത്തിലിറക്കുക എന്ന CPM ആലോചന ഗൗരവമായിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു എന്ന് തോന്നിപ്പിച്ച ചില പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വീണ്ടും തിരികെ വരുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത. തോമസ് ഐസക്കും G സുധാകരൻ്റെയും ഒക്കെ പേരുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തായാലും കെ ശൈലജ CPMൻ്റെ പ്രധാനപ്പെട്ട മുഖമാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില സർവകളിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ 16% സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെ വലിയ സാധ്യതകളൊക്കെ പറയുന്ന കെ ശൈലജയെ ഇത്തവണ അല്പം കൂടി പോർമുഖമുള്ള ഒരു മണ്ഡലത്തിൽ ഇറക്കുക എന്ന ആലോചനയിലേക്കാണ് പോകുന്നത്. അത് കണ്ണൂർ ജില്ലയിലെയോ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെയോ ഒരു ഏതെങ്കിലും മണ്ഡലത്തിലാവാം എന്ന പ്രത്യേകത കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കെ ശൈലജയുടെ ഒരു ജനകീയ മുഖം ഉപയോഗിച്ചുകൊണ്ട് ഒരു ചാഞ്ചാട്ട സ്വഭാവമുള്ള ഒരു മണ്ഡലത്തെ പിടിച്ചു നിർത്തുക, ഇതാണ് CPM ലക്ഷ്യമിടുന്നത് എന്നും വേണം മനസ്സിലാക്കാൻ. എന്നാൽ അത് ഒരു ജയസാധ്യതയെ ബാധിക്കുന്ന ഇടമാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. എന്താണ് ഈ ആലോചന, ഇതിൻ്റെ രാഷ്ട്രീയം നമുക്ക് പരിശോധിക്കാം. അരുണുണ്ട്. അരുൺ, ഒരു പ്രധാനപ്പെട്ട ആലോചനയാണ് കെ ശൈലജ മണ്ഡലം മാറുമോ എന്ന ചോദ്യം. നേരത്തെ നമുക്കറിയാം, മട്ടന്നൂർ തന്നെ ആഗ്രഹിച്ച് വന്നയാളാണ് കെ ശൈലജ, അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. അങ്ങനെയുള്ള ശൈലജ മണ്ഡലം മാറി മത്സരിക്കൂ എന്ന ആലോചന ഇത് ഒരു സംസ്ഥാന നേതൃത്വത്തിൽ പൊതുവിലുണ്ടാകുന്ന ചിന്തകളുടെ ഭാഗമാണോ? കെ ശൈലജ മട്ടന്നൂരിൽ നിന്ന് മാറിയാൽ മറ്റേതൊക്കെ മണ്ഡലങ്ങളിലാണ് പരിഗണിക്കപ്പെടാൻ സാധ്യത? സത്യത്തിൽ കെ ശൈലജ CPMൽ ഏറ്റവും ജനകീയ സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടാത്തത് തന്നെ വലിയ വിവാദവും എതിർപ്പിനുമൊക്കെ കാരണമായ വിഷയവുമാണ്. എവിടെ നിർത്തിയാലും ജയിച്ചു വരാൻ കഴിയുമെന്ന് CPM കരുതുന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് കെ ശൈലജ. അതുകൊണ്ടാണ് അവരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പരീക്ഷിച്ചത്. പക്ഷേ അത് വലിയ തിരിച്ചടിയായി മാറി. വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ഷാഫി പറമ്പിൽ ശൈലജയെ പരാജയപ്പെടുത്തുകയായിരുന്നു. പക്ഷെ ഇപ്പോഴും ജനസ്വാധീനവും ജനസമ്മതിയുമൊന്നും കുറഞ്ഞിട്ടില്ല എന്ന് CPM കണക്ക് കൂട്ടുന്നു. അതുകൊണ്ടാണ് കെ ശൈലജയെ CPMന് ഉറച്ച ഏതെങ്കിലും മണ്ഡലത്തിൽ നിർത്തുന്നതിന് പകരം കുറച്ചുകൂടി ഒരു ഫൈറ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ ജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് കൂടി പരിഗണിക്കാനുള്ള ആലോചനകൾ നടക്കുന്നത്. കെ ശൈലജ എത്രത്തോളം അതിനോട് അനുകൂലിക്കുമെന്ന് വ്യക്തമല്ല. മട്ടന്നൂരിലാണ് അവർ ഇപ്പോൾ നിലവിൽ. അവർ മട്ടന്നൂരിന്റെ MLA ആണ്. EP ജയരാജൻ ഇതിനു മുമ്പ് മത്സരിച്ച് ജയിച്ച സീറ്റാണ് അവിടെ EP മാറുമ്പോഴാണ് ശൈലജ അവിടേക്ക് എത്തിയത്. ഏതായാലും മട്ടന്നൂർ തന്നെ മത്സരിക്കാനാണ് ശൈലജയ്ക്ക് താല്പര്യമെന്നറിയുന്നു. പക്ഷേ CPM മറ്റു പല ചില സാധ്യതകൾ കൂടി പരിഗണിക്കുന്നുണ്ട്. രണ്ട് കാരണങ്ങളാണ്. മുതിർന്ന നേതാക്കളെ മത്സരരംഗത്തിറക്കുമ്പോൾ അവർ അനായാസം ജയിച്ചു വരാവുന്ന പാർട്ടി കോട്ടകളിൽ മത്സരിക്കുന്നതിന് പകരം കുറച്ചുകൂടി ശക്തമായ മേഖലകളിൽ മത്സരിക്കുന്ന അഭിപ്രായം CPMനുണ്ട്. EP ജയരാജൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ EPയെ മറ്റേതൊരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കേണ്ടി വരും. അല്ലെങ്കിൽ EP ജയരാജൻ സ്വാഭാവികമായും മട്ടന്നൂരിൽ മത്സരിക്കണം. അങ്ങനെ വന്നാലും ശൈലജയെ മറ്റൊരു മണ്ഡലത്തിലേക്ക് വിട്ട് EPയോടെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ CPM ആലോചിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. മറ്റൊരു കാര്യമുള്ളത്, അവിടെ നിന്ന് DYFI നേതാവ് VK സനോജിനെയും മത്സരരംഗത്തേക്ക് ഇറക്കാൻ CPM ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും അവിടെ ശൈലജ മാറിയ ശേഷം EP ഇല്ലെങ്കിൽ പോലും സനോജിന്റെ മണ്ഡലം കൂടിയാണത്. അവിടെ സനോജിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും ഇതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. പലതരം ചർച്ചകൾ CPMൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കെ ശൈലജയെ കുറച്ചുകൂടി ശക്തമായ പോരാട്ടം നടത്താൻ വേണ്ടി പേരാവൂർ പോലുള്ള മണ്ഡലങ്ങളിൽ സണ്ണി ജോസഫ് KPC അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ തവണ 5000 പരം വോട്ടിനാണ് സണ്ണി ജോസഫ്, 1000 താഴെ വോട്ടിനാണ് സണ്ണി ജോസഫ് ജയിച്ചതെന്നാണ് കണക്കുകൾ. അതുകൊണ്ട് തന്നെ അവിടേക്ക് ശൈലജയെ കൊണ്ടുപോയാൽ കൊള്ളാം. അവിടെ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമോ? അതായത് മലബാർ മേഖലയിൽ വലിയ തിരിച്ചെടുത്തണം ഉണ്ടായേക്കാം. ന്യൂനപക്ഷ ഏകീകരണമൊക്കെ വോട്ടുകളുടെ ഏകീകരണം വന്നാൽ അത് CPMനെ ദോഷം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ശക്തി കേന്ദ്രങ്ങളിൽ പരമാവധി സീറ്റുകൾ ഉറപ്പിക്കാൻ, കണ്ണൂരും കാസർഗോഡും പോലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പരമാവധി സീറ്റ് ഉറപ്പിക്കാനും തെക്കൻ മേഖലയിൽ വലിയ രീതിയിൽ മുന്നേറാനുമാണ് CPM ലക്ഷ്യമിടുന്നത്. അവിടെയാണ് പേരാവൂരിൽ ശൈലജയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത്. അത്തരം സാധ്യതകൾ CPM പരിശോധിച്ചേക്കാം. അല്ലെങ്കിൽ കാസർഗോഡ് മണ്ഡലം ഉദുമ CPMന് തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലമാണെങ്കിൽ പോലും അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ അത്ര അനായാസം ഇത്തവണ ജയിക്കാനാകുമെന്ന സംശയം CPMനുണ്ട്. ഉദുമ അവിടേക്ക് ശൈലജയെ കൊണ്ടുപോകണം എന്ന അഭിപ്രായം കാസർഗോഡ് കമ്മിറ്റിക്കുള്ളതായാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഉദുമയിലേക്ക് ശൈലജയെ മാറ്റണമെന്ന
എന്ന ആവശ്യം ഉയർന്നു വന്നേക്കാം. അങ്ങനെ പല സാധ്യതകളാണ്. ഇതൊന്നും ഒരു തീരുമാനമായി ഇതുവരെയും CPM-ന് മുന്നിൽ വന്നിട്ടില്ല. പക്ഷേ അത്തരം പല സാധ്യതകളുണ്ട്. കെ ശൈലജയുടെ തീരുമാനം നിർണായകമാണ്. EP ജയരാജൻ മത്സരിക്കാൻ വരുമോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. അവിടെ EP വന്നാൽ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലേക്ക് EP-യെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമോ? തളിപ്പറമ്പ് പോലുള്ള മണ്ഡലങ്ങളാണ് പിന്നീട് കണ്ണൂരിൽ ഒഴിവ് വരുന്നത്. തളിപ്പറമ്പിൽ പക്ഷേ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. MV നികേഷ് കുമാർ എന്ന മുൻ മാധ്യമ പ്രവർത്തകന്റെ പേര് അവിടെ CPM ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പേര് സജീവമായി പരിഗണനയുണ്ടായിരുന്നു. പക്ഷേ നികേഷിനെ മറികടന്ന് അവിടെ N സുകന്യയെ പോലുള്ള നേതാക്കൾ വരാനുള്ള സാധ്യത തള്ളിക്കളയില്ല. കാരണം കെ ശൈലജയും PK ശ്രീമതിയും കഴിഞ്ഞ രണ്ടാം നിര വനിതാ നേതാക്കൾ കണ്ണൂരിൽ നിന്ന് മറ്റാരുമില്ല. PP ദിവ്യയായിരുന്നു ആ രീതിയിലേക്ക് ഗണത്തിലേക്ക് വളർന്നു വന്നൊരു നേതാവ്. പക്ഷേ ദിവ്യ പൂർണ്ണമായും CPM-ന്റെ റഡാറിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പോലും അവർ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ N സുകന്യയാണ് അവിടെ പരിഗണിക്കപ്പെടാവുന്ന ഒരു പേര്. സുകന്യ ഒരുപക്ഷെ തലപ്പറമ്പിൽ മത്സരിച്ച് എങ്കിൽ MV നികേഷ് കുമാറിന് സീറ്റ് ലഭിക്കാനിടയില്ല. അങ്ങനെ പല സാധ്യതകളുടെ കൂട്ടത്തിലാണ് കെ ശൈലജയെ കുറച്ചുകൂടി മട്ടന്നൂർ പോലുള്ള ഒരു കോട്ടയം നിർത്തുന്നതിന് പകരം കുറച്ചുകൂടി ഒരു പോരാട്ടം കാഴ്ചവെച്ചാൽ പിടിച്ചെടുക്കാവുന്ന മണ്ഡലങ്ങളിലേക്ക് മാറ്റാനുള്ള ആലോചന CPM നടക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് G സുധാകരനും അതുപോലെ തോമസ് ഐസക്കിനെ പോലെ നേതാക്കളെയും ഒക്കെ മത്സരരംഗത്തിറക്കാൻ കാരണം അത് തന്നെയാണ്. ഏത് വിധേനയും ഈ നേതാക്കൾ ഇറങ്ങിയാൽ ഒരു സീറ്റ് അധികമായി ലഭിച്ചാൽ അത്രയും ഗുണമാണ് ഇടതുമുന്നണിക്ക്. ഈ തിരിച്ചടിയുടെ ഒരു ഘട്ടത്തിൽ എല്ലാ സാധ്യതകളും പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് കെ ശൈലജയുടെ മണ്ഡലമാറ്റം സംബന്ധിച്ച ചർച്ചകളും സജീവമായി പുരോഗമിക്കുന്നത്. പക്ഷേ ഇതിനൊരു തീരുമാനമോ ധാരണയോ ഒന്നും ഇതുവരെ ഉരുത്തിരിഞ്ഞിട്ടില്ല. അരുണ്, ഒരു കാര്യം കൂടിയുള്ളത് അരുൺ, ഈ പേരാവൂർ കഴിഞ്ഞ തവണ സണ്ണി ജോസഫ് ജയിക്കുന്നത് ചെറിയ വോട്ടുകൾക്കാണ്. അപ്പോൾ ഒരു വലിയ ഫൈറ്റിന് സാധ്യതയുള്ള ഇടമാണ്. പക്ഷേ വിജയം ഉറപ്പുണ്ടോ എന്നത്. അപ്പോൾ ഒരു ജയിച്ചാൽ ഒരു പക്ഷേ മുഖ്യമന്ത്രി ആയിക്കൂടാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലാത്തൊരു വ്യക്തിയാണല്ലോ കെ ശൈലജ. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട മുഖത്തെ ഒരു പരീക്ഷണത്തിന് നിർത്താനുള്ള സാധ്യതയുണ്ടോ? അത് എത്രമാത്രമുണ്ട്? അതും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം കെ ശൈലജയെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അതൊരു CPM-ന് നേരത്തെ CPM ജയിച്ചിരുന്ന മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ അത്രയധികം സ്വാധീനമുള്ള മണ്ഡലങ്ങളിലോ ആണെങ്കിൽ ഒരു പക്ഷേ വിമർശനം ഉയർന്നു വരുമായിരുന്നില്ല. പക്ഷേ ശൈലജയെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുന്നതിനോട് വിയോജിപ്പുള്ളവരും CPM-നുണ്ട്. അതുകൊണ്ടാണ് അതൊരു കൃത്യ തീരുമാനത്തിലേക്ക് എത്താൻ CPM-ന് ഇതുവരെ കഴിയാതെ പോകുന്നത്. പേരാവൂരിൽ കെ ശൈലജ പോയാൽ ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷെ അവിടെ ജയസാധ്യത അത്ര ഉറപ്പുവരാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ന്യൂനപക്ഷങ്ങൾ പൊതുവിൽ CPM-ന് അത്ര അനുകൂലമല്ല നിലപാടെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ശൈലജയെ അത്തരം ഒരു പരീക്ഷ വിട്ടുകൊടുക്കണമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഉദുമ പക്ഷേ കുറച്ചുകൂടി CPM-ന് പ്രതീക്ഷിക്കാവുന്ന മണ്ഡലമാണ്. അവിടെ അത്ര പെട്ടെന്ന് CPM സ്ഥാനാർത്ഥി പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് UDF-ന് കഴിയില്ല എന്നൊരു വിലയിരുത്തുന്നുണ്ടെങ്കിൽ പോലും അതും CPM ഉറപ്പായും ജയിച്ചു വരുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ ആ മണ്ഡലത്തെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവിടെ ശൈലജയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത്. സജിത് സൂചിപ്പിച്ചവർ തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുന്ന പേര് തന്നെയാണ് കെ ശൈലജ. പരിഗണിക്കപ്പെടാവുന്ന പേര് തന്നെയാണ് കെ ശൈലജ. അത്തരം നേതാവിനെ ഇത്തരത്തിൽ പരീക്ഷ വിട്ടുകൊടുക്കണമോ എന്ന ചോദ്യമുണ്ട്. അത് അവരുടെ കൂടി താല്പര്യം പറഞ്ഞ ശേഷവും അതുപോലെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നിലപാടുമൊക്കെ അറിഞ്ഞ ശേഷം മാത്രമാകും തീരുമാനമുണ്ടാകുക. പക്ഷേ ഇത്തരം പല സാധ്യതകൾ, പല വഴികൾ CPM ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കെ ശൈലജ ഇത്തവണ മണ്ഡലം മാറി മത്സരിക്കുമോ എന്ന ചോദ്യമാണ്. മട്ടന്നൂരിൽ ഒരു സ്ഥാനാർത്ഥിയാവും ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ മട്ടന്നൂർ എന്ന സുരക്ഷിത ഇടം പാർട്ടി കോട്ടയിൽ നിന്ന് മാറി മത്സര സ്വഭാവമുള്ള ഒരു ഇടത്തേക്ക് അതിന് സൂചിപ്പിച്ചതുപോലെ ഉദുമ ഒരു സാധ്യതാ ഇടമാണ്. മറ്റൊന്ന് തൃക്കരിപ്പൂർ, കാസർഗോഡ് ജില്ലയിലെ തന്നെ തൃക്കരിപ്പൂർ മണ്ഡലം. അവിടുത്തെ നിലവിലെ MLA രാജഗോപാലൻ, അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഉണ്ടായേക്കില്ല. അങ്ങനെയെങ്കിൽ അത്തരം മണ്ഡലങ്ങൾ പോലും സാധ്യതയുള്ള ഇടമാണ്. കണ്ണൂർ ജില്ലയുമായി അതിർത്ത് പങ്കിടുന്ന ഇടങ്ങൾ കൂടിയാണ്. അപ്പോൾ കണ്ണൂരിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ സ്വഭാവവുമായി ചേർന്ന് പോകുന്ന ഇടമാണ്. അപ്പോൾ മണ്ഡലം മാറി മത്സരിക്കാൻ സാധ്യതയുള്ള നേതാക്കളുടെ ഒരു പിടി ലിസ്റ്റുകളുണ്ട്. കാരണം G സുധാകരൻ, തോമസ് ഐസക്ക്, അങ്ങനെയുള്ള പേരുകളൊക്കെ ഇത്തവണ മത്സരരംഗത്തേക്ക് CPM പരിഗണിക്കുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ പേര് കൂടി കെ ശൈലജ മണ്ഡലം മാറി മത്സരിക്കുമോ എന്ന കാര്യം കൂടി വരുന്നത്. അതായത് മട്ടന്നൂരിൽ നിന്ന് മാറി മറ്റൊരു മണ്ഡലത്തിൽ കെ ശൈലജ മത്സരിക്കുമോ? അത്തരം ആലോചനകളുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ സ്ഥിരീകരിക്കപ്പെടാവുന്ന കാര്യമല്ല. മറ്റു സാധ്യതകൾ കൂടി പരിഗണിക്കാം. ഈ സാധ്യതകളാണ് ഞങ്ങൾ പങ്കുവച്ചത്. ഒരുപക്ഷേ ഇത്തരം സാധ്യതകളും ഉയർന്നു വന്നേക്കാം. അതുതന്നെയാണ് ആലോചനകളും നീക്കങ്ങളും നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.